മാന്യരായ പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരി സഹോദരന്മാർ, യൗവനക്കാർ, കുഞ്ഞുങ്ങൾ, കർത്തൃദാസന്മാർ, അതിഥികളായിരുന്ന ഈ ആരാധന സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ചില മാസങ്ങൾക്ക് ശേഷം പ്രിയ മീന സിസ്റ്റർ ഇന്ന് നമ്മളോട് ഒരുമിച്ച് ഈ ആരാധനയെ സംബന്ധിക്കുന്നതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സീനയുടെ ഡെലിവറിയോടുള്ള ബന്ധപ്പെട്ട് ഉണ്ടായ പ്രയാസങ്ങളും ആശുപത്രിവാസങ്ങളെല്ലാം ദൈവസഭയ്ക്ക് നന്നായി അറിയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇന്നലെ പൈതലിനെ ഐസിയുവിൽ നിന്ന് മാറ്റി റൂമിലേക്ക് മാറുവാൻ ദൈവം സഹായിച്ചു. ദൈവം അത്ഭുതം ചെയ്തു. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും അവനെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. പ്രിയ പാപ്പച്ചാൻ ഇന്ന് ആരാധനയ്ക്ക് വരാൻ കഴിയാതെ പനിയാൽ ഭാരപ്പെടുന്നു. രാവിലെ എന്നെ വിളിച്ച് വിവരം പറഞ്ഞു. പ്രാർത്ഥിക്കാനായി ഓർപ്പിച്ചിട്ടുണ്ട്. ദൈവങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുമല്ലോ. നെല്ലിക്കാല ദൈവസഭയോട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ ശുശ്രൂഷയുടെ സമാപന സഭായോഗമാണിത്. 28-ാം തീയതി വരെ ഇവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ 28-ാം തീയതി പുതിയ സഭയിൽ ചാർജെടുക്കുന്നുള്ള ഓർഡറിൻ്റെ അനുസരിച്ച് 27-ാം തീയതി കടന്നു പോകണം. അതുകൊണ്ട് ഇന്ന് ഈ സഭായോഗത്തോടുകൂടി ഇതിനോടുള്ള വിശുദ്ധ ആരാധന ഞങ്ങൾ ഇവിടെ തിരികെയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരുപാട് സന്തോഷമുണ്ട്. ദൈവം നടത്തിയ വഴികളെ ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളിവിടെ വരുന്ന സമയം കോവിഡിൻ്റെ സമയമായിരുന്നു. ദൈവങ്ങളുടെ ഭവനങ്ങളിലൊന്നും വിസിറ്റ് ചെയ്യാൻ കഴിയാത്ത സമയമായിരുന്നത്. ലോക്ക്ഡൗണും ട്രിപ്പിൾ ലോക്ക്ഡൗണും ഒക്കെ ഉള്ള ഒരു സമയം. ഒരു പരിചയമില്ലാത്തൊരു ദേശത്ത് വന്ന് ഫൈത്തോമിൽ തന്നെ കുറേ ദിവസങ്ങൾ ഇരുന്നപ്പോൾ വളരെ പ്രയാസങ്ങളുണ്ടായി. എന്നാൽ ദൈവം എല്ലാ സാഹചര്യങ്ങളും മാറ്റി പതുക്കെ ആരാധന 15 പേര് വെച്ചും 25 പേര് വെച്ചും 40 പേര് വെച്ചും ഒക്കെ ആയിട്ട് നമ്മൾ ആരംഭിച്ചു. ക്രമേണ ദൈവകൃപയാൽ നമ്മുടെ സഭായോഗം പതിവായി നടക്കുന്നത് പോലെ എല്ലാ ദൈവങ്ങൾക്കും സമ്മതിക്കത്തക്ക നിലയിൽ നടക്കാൻ കർത്താവ് കൃപ ചെയ്തു. ഞങ്ങളെ സംബന്ധിച്ച് ദൈവങ്ങൾ ധരിച്ചിരിക്കുന്ന ഒന്നിനൊരു കാര്യങ്ങളെന്ന് നിങ്ങളെ മാറ്റി ബോധിപ്പിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. ഒന്ന്, സ്തോത്രം, ഇവിടെ ഞാൻ വന്നപ്പോൾ ഇവിടെയുള്ള ദൈവങ്ങളെല്ലാം പറഞ്ഞത് നിലമ്പൂരുകാരനായ പാസ്റ്റർ എന്നാണ്. ഞാൻ നിലമ്പൂരുകാരനല്ല. എൻ്റെ സ്വദേശം നിലമ്പൂരല്ല. ഞാൻ ജനിച്ചതും വളർന്നതും വിദ്യാഭ്യസിച്ചതും വിവാഹം കഴിച്ചതും എല്ലാം എൻ്റെ സ്വദേശമായ ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ നിന്നാണ്. അതുകൊണ്ട് നിങ്ങളാരും ഇനി പാസ്റ്റർ നിലമ്പൂരുകാരനാണെന്ന് പറയുന്നത്. എൻ്റെ ഭാര്യ നിലമ്പൂരുകാരിയാണ്. എനിക്ക് ശുശ്രൂഷയുമായിട്ട് കോഴിക്കോടാണ് എൻ്റെ ശുശ്രൂഷയുടെ മെയിനായ സമയങ്ങൾ മുഴുവൻ ഞാൻ ചിലവാക്കിയത്. 1 വർഷം മാത്രമേ നിലമ്പൂരിൽ സഭാചാരം തീർന്നുള്ളൂ. ആകെ ഒരേ ഒരു വർഷം. ആ വർഷം ഇങ്ങോട്ട് വന്നത്. സ്തോത്രം. അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ഈ കുമ്മനാട് സെൻറ്ററിലും നെല്ലിക്കാല സഭയിലുമുള്ള ഒരുപാട് പേര് പാസ്റ്റർ എവിടുത്തുകാരൻ വെച്ച പാസ്റ്റർ നിലമ്പൂരുകാരനാണെന്ന് പറഞ്ഞ് കേട്ടു. ഞാനെല്ലാം നല്ല മധ്യ തിരുവാങ്കൂറിൽ ജനിച്ച വളർന്ന ഒരാൾ തന്നെയാണ് ഞാൻ. 2, ദൈവത്തിന്റെ സ്തോത്രം, ഞാൻ ഇവിടെ വരുമ്പോൾ തന്നെ ഇവിടുത്തെ സഭാ ശുശ്രൂഷ കാലയളവ് എന്നോട് പറഞ്ഞിരുന്നു. 3 വർഷമാണ് ഇവിടുത്തെ സഭാ ശുശ്രൂഷ കാലയളവ്. ഞാനത് സന്തോഷത്തോടെ പറഞ്ഞു. 3 ഇനിയല്ല, 2 ആണെങ്കിലും കുഴപ്പമില്ല. സ്തോത്രം. 3 വർഷം തികഞ്ഞു. ഞാൻ സഭയോട് ആവശ്യപ്പെട്ടില്ല എന്നെ 1 വർഷം കൂടി നിർത്താൻ. ഇവിടെ ഇന്ന് ആരോടും ഞാൻ ആവശ്യപ്പെട്ടില്ല 1 വർഷം കൂടി എനിക്ക് തരണം, 4ാമത്തെ വർഷം കൂടി തരണം. എന്നാൽ സഭ ആവശ്യപ്പെട്ട് പാസ്റ്റർ 1 വർഷം കൂടി ഇരിക്കണമെന്ന് ഞാനതിനെ സമ്മതിച്ചു. സഭയുടെ താല്പര്യത്തെ സമ്മതിച്ചു. എന്നാൽ സഭയുടെ താല്പര്യമോ
എൻ്റെ താല്പര്യമോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നടക്കുന്നത്. അതുകൊണ്ട് സമയമായപ്പോൾ ദൈവം ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ലാത്ത ശുശ്രൂഷിച്ചില്ലാത്ത സ്ഥലമാണ് തൃശ്ശൂർ. ആ ജില്ലയിൽ ഞാൻ ഇതുവരെ ശുശ്രൂഷിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കാം കർത്താവ് അങ്ങോട്ട് ഞങ്ങളെ അയച്ചത്. അതിന് മുഖാന്തരമായി തീർന്ന പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവത്തിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പൗലോസ് പറയുന്ന പോലെ പലതും പറയുവാനുണ്ട്, എന്നാൽ എല്ലാം പറയുവാനുള്ളതല്ല. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല, അത്രയും മാത്രമേ പറയുന്നുള്ളൂ. ദൈവത്തിന് സ്തോത്രം. നെല്ലിക്കല ചർച്ച് ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. ഇതൊരു ബ്ലസ്സഡ് ചർച്ചാണ്. ഈ സഭയുടെ പാസ്റ്ററാകാൻ എനിക്ക് ദൈവം തന്ന പ്രിവിലേജിനാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇവിടുത്തെ ദൈവങ്ങൾ പ്രാർത്ഥിക്കുന്നവരും സ്നേഹിക്കുന്നവരും കർത്തൃദാസന്മാരെ കെയർ ചെയ്യുന്നവരും നന്നായി ആരാധിക്കുന്നവരും സുവിശേഷ വേലയ്ക്ക് നല്ല പ്രോത്സാഹനം നൽകുന്നവരുമാണ്. ഞാൻ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഞാൻ നിങ്ങളെ ആദരിക്കുന്നതിന് ദൈവത്തിന് സ്തോത്രം. ദോഷങ്ങൾ പറയുന്നതിനേക്കാൾ ഗുണങ്ങൾ പറയുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഗുണങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കർത്തൃദാസന്മാര് ഇവിടെയുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം. ഈ സഭ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരെ കൊണ്ട് നിറയപ്പെട്ട ഒരു സഭയാണ്. എൻ്റെ നേരെ മുമ്പിൽ താവദാസ് ബി പാസ്റ്ററുണ്ട്, അതുപോലെ അനിൽ പാസ്റ്ററുണ്ട്, ജിജി പാസ്റ്ററുണ്ട്, സിജോൺ പാസ്റ്ററുണ്ട്, എനിക്ക് പ്രിയപ്പെട്ട കോശിച്ച പുറകിലുണ്ട്. ദൈവത്തെ സ്തോത്രം. അവരൊക്കെ ജോൺ പാസ്റ്ററുണ്ട്, പ്രായമുള്ള പിതാവ്. ഇവരെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്തൃ ശുശ്രൂഷയിൽ എനിക്ക് കഴിയുന്നത്രത്തോളം ഞാൻ അവരെ ശുശ്രൂഷകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കർത്തൃമേശയിലാകട്ടെ, വചന ശുശ്രൂഷിക്കാനാകട്ടെ, ലീഡ് ചെയ്യാനാകട്ടെ. ദൈവത്തെ ഈ സഭയുടെ ആത്മീയ ശുശ്രൂഷകളെല്ലാം ആ കർത്തൃദാസന്മാരെ അവരിവിടെ വരുമ്പോൾ പരമാവധി അവർ ഉൾക്കൊള്ളിച്ച് ശുശ്രൂഷിക്കാനുള്ള കൃപ ദൈവം തന്നു. അവരുള്ള അസോസിയേഷൻ, കൂട്ടായ്മ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ അനുഗ്രഹമായിരുന്നു. നിങ്ങളെ എന്നും ഞാൻ ഓർക്കും, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. സഭാ കമ്മിറ്റി അംഗങ്ങളായ പ്രിയപ്പെട്ടവര്, ഈ 3 വർഷം എന്നോട് ചേർന്ന കമ്മിറ്റിയിൽ തുടർമാനമായി പ്രവർത്തിച്ച കർത്തൃദാസന്മാര്, പിതാക്കന്മാര്, പ്രിയ കുഞ്ഞപ്പച്ചാന്, പാപ്പച്ചാന്, കുഞ്ഞോൺചാന്, സാങ്കുട്ടിച്ചാന്, പൊന്നൂട്ടിച്ചാന്, റോണിച്ചാന്, അതുപോലെ പ്രിയ റോബിന്, ദൈവത്തിന് സ്തോത്രം, പ്രിയ നമ്മുടെ തുഷാറിന്, ജിനു, ഈ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പേരൊക്കെ ചിലപ്പോൾ വിട്ടുപോകും. നമ്മുടെ റജി ബ്രദറ്, ഇവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ കമ്മിറ്റിയിൽ നിങ്ങളുടെ എന്നോടുള്ള സേവനം, എന്നോട് ഒരുമിച്ചുള്ള പ്രവർത്തനം വളരെ ആത്മാർത്ഥമായിരുന്നു. സാധാരണ കമ്മിറ്റികളൊക്കെ ഒരു അഭിപ്രായം വരുമ്പോൾ 10 അഭിപ്രായം പറയാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയില്ല. ഒരഭിപ്രായത്തോടെയാണ് ഈ 3 വർഷവും പ്രവർത്തിച്ചത്. പ്രത്യേകിച്ച് കുഞ്ഞോച്ചാന് എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ദൈവത്തിന്റെ സ്തോത്രം. അത്രയും ചെറിയൊരു കോടി പ്രായത്തിൽ, ചെറിയൊരു കോടി ഉത്തരവാദിത്തോടെ, വളരെ വിശ്വസ്തയോടെ, സ്നേഹത്തോടെ, ഒരു മകൻ എന്ന നിലയിൽ എന്നെ സ്നേഹിച്ച് എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്നു. പ്രിയ കുഞ്ഞോച്ചാനെ പ്രത്യേകം ഓർക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. സഭായോഗങ്ങളിലൊക്കെ മനോഹരമായ ആരാധനയ്ക്ക് ഗൈഡ് ചെയ്തത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ലീമോൻ ബ്രദറും ആ ടീമുമാണ്. ദാവീദിന്റെ ഹൃദയം യോനാഥാനോട് ചേർന്നതുപോലെ വാസ്തവത്തിൽ ഉള്ളം കൊണ്ട് ഞാൻ സ്നേഹിച്ച, ഞങ്ങൾ അതിൻ്റെ അടുത്ത സമപ്രായമാണ്. ദൈവത്തിന് വലിയ വ്യത്യാസമൊന്നുമില്ല പ്രായത്തിന്. പക്ഷേ ഏറെ സ്നേഹിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട സഹോദരനാണ് ലീമോൻ. അദ്ദേഹത്തിൻ്റെ ഗാന ശുശ്രൂഷ, സംഗീത ശുശ്രൂഷ, സഭയുടെ ആത്മീയ ശുശ്രൂഷകൾ വളരെ പ്രയോജനമായി ഞാൻ അവരെ നന്ദിയോടെ ഈ സമയം ഓർക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. സൺഡേ സ്കൂൾ, PYP, സഹോദരി സമാജം, അവരുടെ എക്സിക്യൂട്ടീവ്സ്, കമ്മിറ്റി അംഗങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങളിൽ ചേർന്ന് പ്രവർത്തിച്ച അതിന് പ്രിയപ്പെട്ടവരെല്ലാം പ്രത്യേകം നന്ദിയോടെ ഞാൻ ഓർക്കുന്നു.
ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സൺഡേ സ്കൂളിൽ 2 വർഷം ദൈവം പഠിപ്പിക്കാൻ എനിക്ക് ഭാഗ്യം നൽകി. എനിക്ക് വളരെ അഭിമാനം തോന്നി. ഞാൻ പഠിപ്പിച്ച ഹന്നമോള് അവളുടെ കോഴ്സ് മുഴുവൻ പൂർത്തീകരിച്ച് ഗ്രാജുവേഷന് വേണ്ടിയിട്ട് ഇന്ന് വന്ന പേപ്പറിനെ കൊണ്ട് സൈൻ ചെയ്തിപ്പിച്ചപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ കുഞ്ഞുങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ 4 പേരെ പഠിപ്പിച്ചത് ജോജി, ഫേബ, സാമ, ദൈവത്തിന് സ്തോത്രം. ഇവരൊക്കെ പഠിപ്പിച്ചത് ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഓർത്ത് പറയുവാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. എല്ലാ സഭാ കുടുംബങ്ങളെയും ഞാൻ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. പിതാക്കന്മാർ, അമ്മമാര്, സഹോദരിമാര് ഒക്കെ ഞാൻ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് ആഹാരം തന്നവരുണ്ട്, ഞങ്ങൾക്ക് വസ്ത്രം വാങ്ങി തന്നവരുണ്ട്, സാമ്പത്തിക സഹായം നൽകിയവരുണ്ട്, ദൈവത്തിന്റെ സ്തോത്രം പ്രാർത്ഥന വഹിച്ചവരുണ്ട്, കൂട്ടായ്മ തന്നവരുണ്ട്. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഏറ്റവും എനിക്ക് പ്രിയപ്പെട്ടത് ഈ മുൻപിൽ നിൽക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളാണ്. ദൈവത്തിന്റെ സ്തോത്രം. സഭായോഗത്തിൽ നിന്ന് ഒരു ശുശ്രൂഷ കഴിഞ്ഞ് ട്രാൻസ്ഫറായി പോകുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുള്ളത് കുഞ്ഞുങ്ങളെ വിട്ട് വരികപ്പോഴാണ്. കാരണം അവരുടെ സ്നേഹം, അവരുടെ അങ്ങളെന്ന് വിളിക്കുന്ന വിളി, അതെല്ലാം എൻ്റെ ഹൃദയത്തിൽ ഒരിക്കലും മറക്കാത്ത നല്ല ഓർമ്മകളായിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. കുഞ്ഞുങ്ങളെ നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാം ഭാവി ദൈവത്താൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ കാലയളവിൽ ദൈവത്തിന്റെ സ്തോത്രം വേറുപാടുകളുണ്ടായിട്ടുണ്ട്. 5 പ്രിയപ്പെട്ടവര് സഭയിൽ നിന്ന് നിത്യനിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ദൈവസ്തം ഏതാണ്ട് 6 ഭവനങ്ങൾ പ്രാർത്ഥിച്ച് സമർപ്പിക്കാൻ കർത്താവ് കൃപ നൽകി. നാളെ 7ാമത്തെ വീട് സ്തോത്രം. എന്റെ ശുശ്രൂഷക്കാരനോട് ഏറ്റവും അധികം വീടുകൾ പ്രാർത്ഥിച്ച് സമർപ്പിച്ചത് നെല്ലിക്കാല സഭയിലാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഏതാണ്ട് 6 പേരെ കർത്താവിനെ കൽപ്പനയെ നിശ്ചയിപ്പിക്കാനായി സ്നാനപ്പെടുത്തുവാൻ കർത്താവ് കൃപ നൽകി. ധാരാളം കുഞ്ഞുങ്ങൾ ദൈവങ്ങൾക്ക് ഈ കാലയളവിൽ നൽകി. ദൈവത്തിന്റെ സ്തോത്രം. അതിൽ പലരെയും എന്റെ കയ്യിലെടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം എനിക്ക് കൃപ നൽകി. ദൈവത്തിന്റെ സ്തോത്രം. അവൻ അങ്ങനെ ദൈവം ചെയ്ത നന്മകളെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇന്നത്തെ സഭായോഗം വളരെ തിടുക്കമുള്ളതാകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ആ ഭാഗത്ത് വിടുകയാണ്. ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ കുടുംബമായി ദൈവസഭയുടെ എല്ലാ സേവനങ്ങൾക്കും ശുശ്രൂഷയ്ക്കും പ്രാർത്ഥനയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിക്കുന്നു. എന്നെ കണ്ട് നനയാതെ തൊണ്ടയിടരാതെ പ്രസംഗിക്കണം വിചാരിച്ചാൽ ഞാൻ വന്നത്. പക്ഷേ ദൈവത്തിന്റെ സ്തോത്രം പറഞ്ഞു വരുമ്പോൾ സ്നേഹത്താൽ അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ടാണ്. ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങൾ ക്ഷമിക്കുക. ദൈവത്തിന്റെ സ്തോത്രം. എനിക്കേറെ പ്രിയപ്പെട്ട ഒത്തിരി പേരുണ്ട്. എല്ലാവരും പ്രിയപ്പെട്ടവരാണെങ്കിൽ എന്നെ ഏറെ സ്നേഹിച്ച, എന്നോട് കൂടെ ഒരുമിച്ച് യാത്ര ചെയ്ത, ഒരുമിച്ച് എന്നെ പലയിടങ്ങളും കൊണ്ടുപോയ പ്രിയപ്പെട്ടവരുണ്ട്. അവരൊക്കെ ഞാൻ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്കല സഭ ചെയ്ത സകല സേവനങ്ങൾക്കും ശുശ്രൂഷകൾക്കും ദൈവത്തിന്റെ സ്തോത്രം കൈത്താങ്ങലുകൾക്കും ഒക്കെ ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം ഉപസംഹരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് വായിച്ച സംഗീതത്തിൽ നിന്ന് ചുരുങ്ങിയ ചില നിമിഷങ്ങൾ സംസാരിച്ച് ദൈവസന്നിധിയിലിരിക്കാനായി താല്പര്യപ്പെടുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. 91-ാം സങ്കീർത്തനം അനവധി പ്രാവശ്യം ദൈവങ്ങൾ വായിച്ച, ഗ്രഹിച്ച, മനഃപ്പാഠമാക്കിയ സങ്കീർത്തനമാണല്ലോ. അതിൻ്റെ അകത്ത് 1-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴൽക്കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. ഒരു ദൈവ പൈതൽ എവിടെയാണ് പാർക്കുന്നത്? അവൻ എവിടെയാണ് വസിക്കുന്നത്? ദൈവത്തിന്റെ സ്തോത്രം. അവൻ ഒരുപാട് ശത്രുക്കളുണ്ട്, ഒരുപാട് എനിമീസ് ഉണ്ട്, ഒരുപാട് വെല്ലുവിളികളുണ്ട്, ഒരുപാട് പോരാട്ടങ്ങളുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. പക്ഷേ അവനെ തൊടാതിരിക്കുന്നതിന് പുറകില് ഒറ്റ കാരണം, അവൻ ഇരിക്കുന്ന ഒരു മറവിലാണ്. എന്റെ മകൾ എത്ര പേർക്ക് സന്തോഷമുണ്ട്? നീ ഇരിക്കുന്നത് ഒരു മനുഷ്യന്റെ മറവിലല്ല, നീ ഇരിക്കുന്ന ഒരു സംഘടനയുടെ മറവിലല്ല, നീ ഇരിക്കുന്നത് ഒരു പ്രസ്ഥാനത്തിന്റെ മറവിലല്ല, നീ ഇരിക്കുന്നത് അവൻ രാഷ്ട്രീയ പാർട്ടിയുടെ മറവിലല്ല. നീ ഇന്ന് പകൽ ഇരിക്കുന്നത് അത്യുന്നതന്റെ മറവിലാണ്. ഉറപ്പുള്ള ദൈവമക്കൾ ദൈവത്തിന്റെ കരമൊത്തി സ്തോത്രം ചെയ്താട്ടെ. അവന്റെ കൈ
കയ്യിൽ നിന്ന് നിന്നെ പിടിച്ചു പറിക്കാൻ, അവന്റെ കയ്യിൽ നിന്ന് നിന്നെ ഇല്ലാതാക്കുവാൻ ഒരു ശക്തിക്ക് സാധ്യമല്ല. കരുത്തനായ ദൈവം എന്റെ കരത്തിൽ പിടിച്ചു എന്ന് ഇന്ന് പകൽ ബോധ്യമുള്ള ദൈവമക്കൾ വാതുറന്ന കരമുയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് പകൽ ദൈവം പറയുകയാണ്, ആ കരം, ആ ശാശ്വതമായ കരം, ആ തുളക്കപ്പെട്ട കരം, ആ യുഗങ്ങളുടെ ഭുജം ഇന്ന് പകൽ ഈ സഭയെ തൊട്ടിരിക്കുകയാണ്. സ്തോത്രം. അവന്റെ മറവിലാണ് ഇരിക്കുന്നത്. സ്തോത്രം. അവന്റെ നിഴലിന്റെ കീഴെയാ ദൈവമക്കൾ പറഞ്ഞേ ചേർന്ന് പറഞ്ഞേ നീ പാടുന്നേ. അപ്പൊ നിനക്ക് ഒരു മറവുണ്ട്, നിനക്ക് ഒരു നിഴലുണ്ട്. എത്ര സന്തോഷമുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ നിഴല് നമ്മുടെ കൂടെ നടക്കുന്നത് നമുക്ക് കാണാം. ദൈവത്തിന്റെ സ്തോത്രം. അവൻ വെയില് അവൻ മൂക്കുന്നതനുസരിച്ച് നിഴലിന് നീളം കൂടുകയും കുറയുകയും ചുരുങ്ങുകയും ചെയ്യല്ലേ. പക്ഷെ ഇന്ന് പകൽക്കാലം നിന്റെ ദൈവം നിന്നോട് കൂടെ നടന്നാൽ ആ നിഴലിന് മാറ്റം വരത്തില്ല. യേശു ക്രിസ്തു ഇന്നലെയോ ഇന്നും എന്നേക്കും അനന്യനാണെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ സന്തോഷത്തോടെ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യട്ടെ. എല്ലാം മാറിപ്പോകാം, അവസഭ മാറിപ്പോകാം, സംഘടന മാറിപ്പോകാം, പ്രസ്ഥാനങ്ങൾ മാറിപ്പോകാം, ശുശ്രൂഷകൾ മാറിപ്പോകാം, കാലങ്ങൾ മാറിപ്പോകാം, സമയങ്ങൾ മാറിപ്പോകാം, സന്ദർഭങ്ങൾ മാറിപ്പോകാം, സ്നേഹിതന്മാർ മാറിപ്പോകാം, ഉറ്റവർ മാറിപ്പോകാം, ഉടയവർ മാറിപ്പോകാം. എല്ലാം മാറാത്ത ഒരുവൻ ഇന്ന് പകൽ യേശു കർത്താവാണ്. സ്തോത്രം. എബ്രായ ലേഖനത്തിൽ 3 വാക്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. അതിൽ 1 ഞാൻ പറഞ്ഞു. സ്തോത്രം. ഒന്നാമത്തത് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുകയും അല്ലേ. അത്ര ഞാൻ പറഞ്ഞ വാക്യം നിങ്ങൾ വായിച്ചാൽ മതി. സ്വന്തം അല്ലാഞ്ഞാൽ എന്ന് പറഞ്ഞ പദമുണ്ട് അല്ലേ. സ്വന്തം വിടുക. സ്വന്തം നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുകയും. അവൻ നിങ്ങളുടെ ആത്മാക്കൾക്ക് കണക്ക് ബോധിപ്പിക്കുന്നതിനാകയാൽ നിങ്ങൾക്ക് വേണ്ടി അധികം ജാഗരിച്ചു. ഇവിടേക്ക് ദൈവങ്ങൾ ഞാൻ പറയാം. ദൈവത്തിന്റെ സ്തോത്രം. എത്ര വേദന ചങ്കിനകത്ത് കയറി വന്നാലും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വെച്ച് നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ ആളുകളെയും വെച്ച് അവരുടെ പേര് പറഞ്ഞ് ദൈവത്തെ പ്രാർത്ഥിക്കുന്നവരാ ശുശ്രൂഷകന്മാരെന്ന കാര്യം നിങ്ങൾ മറന്നു കളയരുത്. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഏതെങ്കിലും നന്മകൾ ഉണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ഒരു ദൈവദാസന്റെ കണ്ണുനീരും പ്രാർത്ഥനയുമുണ്ടെന്ന കാര്യം നിങ്ങൾ മറന്നു കളയരുത്. അവരെ എത്ര വേദനിപ്പിച്ചാലും ശരി, അവരെ എത്ര സങ്കടപ്പെടുത്തിയാലും ശരി, അവരെത്ര നിരാശപ്പെടുത്തിയാലും ശരി, ദൈവത്തിന്റെ സ്തോത്രം. ഒരു മകൻ അപ്പന് എന്തെല്ലാം പറഞ്ഞാലും അപ്പന് മകനെ മറക്കാൻ സാധ്യമല്ല. ജനിപ്പിച്ച അപ്പന് മകനെ മറക്കാൻ സാധ്യമല്ലെങ്കിൽ ഒരു കർത്തൃദാസന് തന്റെ വിശ്വാസിയെ മറക്കാൻ സാധ്യമല്ല. ദൈവത്തിന്റെ സ്തോത്രം. എന്നോട് ചില ദൈവമക്കൾ ചോദിച്ചു, പാസ്റ്ററെ ഇവിടുന്ന് പോയി ഞങ്ങളെ മറക്കുമോ, ഞങ്ങളെ വിളിക്കുമോ, ഞങ്ങളെ ഓർക്കുമോ? നിശ്ചയമായി ഞാൻ നിങ്ങൾ പറയാം, നിങ്ങളെ വിളിച്ചില്ലെങ്കിലും പറ്റുവാണെങ്കിൽ സമയമുള്ള വിളിക്കും. പക്ഷെ നിങ്ങളെ മറക്കുകയില്ല. ഒരാളെ ഞാൻ മറക്കുകയില്ല. ഒറ്റ ദൈവങ്ങൾ ഞാൻ മറക്കുകയില്ല. ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. അത്യാവശ്യം നെല്ലിക്കാല ദൈവസഭയിലെ കുടുംബങ്ങളെ ഓർത്തെങ്കിലും ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. ഇന്ന് വരെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇതിനും വരുന്ന സഭകളെല്ലാം നമുക്ക് ഞാൻ ഗ്യാരണ്ടി ആയിട്ട് തന്നെ പറയുകയാണ്, നിങ്ങളെ സഭയായി ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നീ നടത്തിയവരെ, ഇനി അടുത്ത വാക്യം ദൈവത്തിന്റെ സ്തോത്രം, നിങ്ങളെ നടത്തുന്നവരെ. ഞാൻ പോയ ശേഷം ഇവിടെ ദൈവത്താൽ അയക്കപ്പെടുന്ന ദൈവദാസൻ വരും. ആ ദൈവദാസനെ നിങ്ങൾ വേദനിപ്പിക്കാതെ അദ്ദേഹത്തിന് കീഴ്പ്പെട്ടിട്ട് നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു കാര്യം നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് വേദന തോന്നല്ലേ? ഞങ്ങൾ ഒരുപാട് ബന്ധങ്ങൾ വലിച്ചു പറഞ്ഞെറിഞ്ഞിട്ടാ വരുന്നേ. അപ്പൻ, അമ്മ, പ്രായം ചെന്ന അമ്മ. നിങ്ങൾക്കറിയാം, എൻ്റെ അമ്മ 85 വയസ്സായി. ഇപ്പോൾ 85 വയസ്സായി. 85 വയസ്സുള്ള എൻ്റെ അമ്മയെ ഞാൻ വിളിച്ചിട്ട് ആഴ്ചകൾ കഴിഞ്ഞു. പക്ഷെ ഒരു കൂട്ടി വിശ്വാസി വിളിച്ചാൽ, സഭയിലെ വിശ്വാസി വിളിച്ചാൽ അപ്പോഴേ ഞാൻ ഓടിച്ചെല്ലും. അപ്പോഴേ ഞാൻ അതിന് മറുപടി കൊടുക്കും. അപ്പോഴേ ഞാൻ ഫോൺ എടുത്ത് മിസ് കോൾ കണ്ട് തിരിച്ചു വിളിക്കും. കാരണം എന്താ, അമ്മയേക്കാൾ അധികം സ്നേഹിച്ചവരാ ദൈവമക്കൾ. അപ്പനേക്കാൾ അധികം സ്നേഹിച്ചവരാ ദൈവമക്കൾ. എന്റെ സ്വന്തം ബന്ധങ്ങളെക്കാൾ അധികം സ്നേഹിച്ചവരാ ദൈവമക്കൾ.
അമേരിക്ക തന്നെ മൂത്ത അളിയൻ എല്ലാ ദിവസവും തന്നെ ഞങ്ങൾ വിളിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും ഞാൻ എടുക്കാറില്ല, ഞാൻ മറുപടി കൊടുക്കാറില്ല. അവൻ ദൈവത്തിന്റെ സ്തോത്രം. അവൻ പക്ഷേ എന്റെ സഭയ്ക്കകത്ത് ഈ സഭയിലെ ഏതെങ്കിലും ദൈവം മിസ്കോൾ കണ്ടാൽ ഉടനെ ഞാൻ എടുത്ത് വിളിക്കാറുണ്ട്. കാരണം രക്തങ്ങളെക്കാൾ ബന്ധമുള്ള ഒന്ന് ശുശ്രൂഷ ബന്ധം. അത് ശുശ്രൂഷയിൽ നിന്ന് ദൈവദാസന്മാർക്ക് അറിയാം, ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് അറിയാം. എന്റെ കണ്ണുനീരിന്റെ മകൾ വ്യർത്ഥമല്ല, നിശ്ചയമായി എനിക്കറിയാം, എനിക്ക് ഉറപ്പുണ്ട്. എന്റെ 3 വർഷത്തെ ശുശ്രൂഷയിൽ ഞാൻ നിരന്തരമായി ഈ ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. രണ്ടാമത്തെ വാക്യം ഞാൻ പറഞ്ഞു, 1 നിങ്ങൾ നടത്തിയവര്, 2 നിങ്ങളെ നടത്തുന്നവര്. ഇനി വരുന്ന പാസ്റ്റർമാർ 3 വർഷം കഴിയുമ്പോൾ യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അതാ വലിയ ഇടയൻ, അതാ ശ്രേഷ്ഠ ഇടയൻ, അതാ നല്ല ഇടയൻ. ആ ഇടയനെ ആർക്കും മാറ്റാൻ ഒക്കത്തില്ല, ആ ഇടയൻ മാറുകയല്ല. ആ ഇടയൻ തന്റെ സഭയോട് കൂടി ഉണ്ട്. അവനാ ജീവൻ തന്നത്, അവനാ രക്തം തന്നത്, അവനാ വില കൊടുത്തത്, അവനാ വിലയ്ക്ക് വാങ്ങിയത്. ഇതുപോലെ ഉറപ്പുള്ള ദൈവങ്ങൾ എന്ന കരമൊന്ന് സ്വതമനാട്ടെ. ആ നല്ല ഇടയന്റെ നല്ല ആടുകളായി തീരുന്ന ദൈവങ്ങൾ. സ്തോത്രം. നിങ്ങള് സ്തോത്രം ഇവിടെ വായിച്ചത് അത്യുന്നതിന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും. ഈ മറവ് ഏതാന്ന് നാലാവാക്യത്തിൽ കൊണ്ട് തന്റെ തൂവലുകൾ കൊണ്ട് അതെ അവന്റെ ഏതാ ഈ മറയ്ക്കുന്ന ആ മറവിടം ഏതാ? ആ തൂവല്. തൂവൽ കൊണ്ട് മറയ്ക്കുന്ന കോഴിയാണ്. അത് കുഞ്ഞുങ്ങൾക്ക് ഒരു അപകടം വന്നാൽ അത് ചിറക് വിടർത്തി തന്റെ കുഞ്ഞുങ്ങൾ അതിനകത്ത് വെക്കുന്നത് ചെറുതനയോ എന്നെ കൊന്നല്ലാതെ എന്റെ കുഞ്ഞിനെ തോടാൻ അനുവദിക്കത്തില്ലെന്ന ഒരു കോഴി തന്റെ കുഞ്ഞിനെ കുറിച്ച് പറയുന്നെങ്കിൽ ഇന്ന് പകൽക്കാല കോഴി തന്റെ കുഞ്ഞിനെ ചിറകടിയിൽ കാക്കുന്നത് പോലെ കഴിഞ്ഞ ഒരാഴ്ച, കഴിഞ്ഞ 3 വർഷം അല്ല, വിശ്വാസത്തിൽ വന്ന മുതൽ ഇന്ന് വരെ നിന്നെ സൂക്ഷിച്ച് നടത്തിയ ദൈവത്തിന് സന്തോഷമുള്ള ദൈവങ്ങൾ കരമുയർത്തി ഈ ആരാധന സ്വന്തം ചെയ്താട്ടെ. നീ സ്തുതിച്ചതുകൊണ്ട് ഒരു കുറവും വരുന്നില്ല, നീ സ്വന്തം പറഞ്ഞതുകൊണ്ട് ഒരു കുറവും വരികയില്ല. ദൈവം വിശ്വസ്തൻ. 14 വാക്യം ഇങ്ങനെ വായിക്കുന്ന അവൻ എന്നോട് പറ്റിയിരിക്കുകയാണ്. ഞാൻ അവരെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവങ്ങൾ, വിടുവിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ദൈവങ്ങൾ അവരുടെ സന്ദേശം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാ ദൈവങ്ങളും ഒരു നിമിഷം ശ്രദ്ധിച്ചേ ഒന്ന് പറഞ്ഞാട്ടെ. ഞാൻ അവൻ എന്നോട് പറ്റിയിരിക്കുകയാണ്. അവനെ പറ്റിയിരിക്കാന്ന് പറഞ്ഞാൽ പിന്നെ പിടിച്ചു പോകാതിരിക്കാൻ ഒക്കത്തില്ല. ഒരു ഭർത്താവും ഭാര്യയും അവർ തമ്മിൽ പറ്റിച്ചേരും മേലാൽ അവർ രണ്ടല്ല, അവർ ഒരു ദേഹമായി തീരുമെന്ന് വായിക്കുന്നത് പോലെ നീ നിന്റെ രക്ഷിതാവായ ദൈവം തമ്മിൽ ഒന്നായി തീരുകയാണ്. ഈ ആരാധനയിൽ അല്പനിമിഷം ദൈവത്തെ ശ്രദ്ധിച്ചാണ്ട് നീ അവരെ പറ്റിയില്ലാണ്ട് ആർക്കും നിന്നെ പിടിച്ചു പറിക്കാൻ സാധ്യമല്ല, ആർക്കും നിന്നെ ദൈവസേന ഓർമ്മിക്കാൻ സാധ്യമല്ല. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ഓർമ്മിക്കുന്നത് ആര്? കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ ഉപദ്രവോ വാളോ ഇത് പകരക്കായി ഇവയ്ക്കൊന്നിനോ എന്റെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് എന്റെ ഓർമ്മിപ്പാൻ സാധ്യമല്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഉറപ്പുള്ള ദൈവങ്ങൾ വാതുറന്ന് ദൈവത്തെ ശ്രദ്ധിച്ചാണ്ട് ഇത് പകൽക്കാല പ്രശ്നങ്ങളാകട്ടെ, അവരുടെ പോരാട്ടങ്ങളാകട്ടെ, ശത്രുവിന്റെ വെല്ലുവിളികളാകട്ടെ, രോഗങ്ങളാകട്ടെ, മരണമാകട്ടെ, തകർച്ചകളാകട്ടെ, സാമ്പത്തിക പ്രതിസന്ധികളാകട്ടെ, ജോലി നഷ്ടമാകട്ടെ, മാനസിക ക്ലേശമാകട്ടെ, ശുശ്രൂഷാമുഖത്ത് നേരിടുന്ന വെല്ലുവിളികളാകട്ടെ, ഇവയ്ക്കൊന്നും എന്റെ യേശുവിന്റെ സ്നേഹത്തിൽ ഓർമ്മിക്കാൻ സാധ്യമല്ല. ഉറപ്പുള്ള ദൈവമക്കൾ മാത്രം കരമുറ്റത്തോട് ശ്രദ്ധിക്കുക. കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ സ്ഥലത്ത് ഞങ്ങളുടെ സഭായോഗത്തിന്റെ സമാപന ശുശ്രൂഷയിൽ കർത്താവിന്റെ വചനം സംസാരിപ്പാൻ കൃപ ചെയ്തല്ലോ. കർത്താവെ, സമാപന സന്ദേശം ഒടുവിൽ സമയമുണ്ടെങ്കിൽ നിന്റെ ജനത്തെ പറയുവാൻ സാവകാശം നൽകണമേ.
കർത്താവ് ഇന്ന് പകൽ ഈ സങ്കീർത്തനങ്ങൾ കേൾപ്പിച്ച ദൂതിനായ സ്തോത്രം, വന്ന ദൈവങ്ങൾക്കായ സ്തോത്രം. നിങ്ങൾ ചുരുങ്ങിയ സമയങ്ങൾ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുന്ന സാക്ഷ്യങ്ങൾ നൽകണമേ. ശുശ്രൂഷയിൽ ഞങ്ങളെ മാനിക്കണമേ. ദൈവകൃപ ഞങ്ങളെ പൊതിയണമേ. ഏകാഗ്രതയോടെ ഇരുത്തണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പിതാവേ, കേൾക്കുമാറാകണമേ.